ഹലോ മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നോക്കിക്കാണുന്ന ഒരു ദിവസം മെയ് 5 ആണ് അല്ലേ? അപ്പം ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പം നിങ്ങളെ +1 +2 നീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് ഫസ്റ്റ് ടൈം നീറ്റ് എഴുതാൻ പോകുന്നതിൻ്റെ കുട്ടികളുണ്ടാകും. ഇനി കുറച്ച് പേരാണെങ്കിൽ ചിലപ്പം നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് രണ്ടാമതും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളോട് രണ്ടുപേരോടുമാണ്, അല്ലെങ്കിൽ നമ്മളെ 2024 നീറ്റ് എഴുതുന്ന നമ്മുടെ കുട്ടികളോടാണ് മിസ്സിന് ഈ കാര്യം പറയാനുള്ളത്. അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളെല്ലാവരും ചിലപ്പോൾ നോട്ട് എഴുതുന്ന ആൾക്കാരായിരിക്കാം. ഇതേപോലെ ഒത്തിരി നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാകാം. നിങ്ങൾ ഓരോ ചാപ്റ്ററിനും നോട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചില മക്കളാണെങ്കിൽ നമ്മളിപ്പോൾ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് PDF നോട്ട്സ് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം നോട്ട്സ് എഴുതാൻ ശീലമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം യൂസ്ഫുള്ളാണ് നിങ്ങൾ തന്നെ എഴുതിയിട്ടുള്ള നോട്ടെന്നല്ലേ. കാരണം നമ്മൾ എഴുതിയിട്ടുള്ള ഒരു നോട്ട് നമുക്ക് പഠിക്കുമ്പം അത് വേറെ തന്നെ ഒരു ഫീലാണ്. പക്ഷേ മിസ് ആ ഒരു ഡീറ്റെയിൽഡ് നോട്ട്സിനെ കുറിച്ചല്ല ഇന്ന് പറയുന്നത്, ഷോർട്ട് നോട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമൊക്കെ അടുത്തു. അപ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്സ് വളരെ യൂസ്ഫുള്ളായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ്റെ സമയത്ത് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അത് എന്താണ് കാര്യം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നീറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറേ മക്കൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും. ക്രാഷൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ക്രാഷ് കോഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രാഷ് കോഴ്സസിലൂടെ ആദ്യമായിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാവാം. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആൻഡ് നിങ്ങളുടെ റിവിഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്ലാസ് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഇരുന്ന് ലെക്ചർ നോട്ട് എഴുതണം എന്നല്ല മിസ് പറയുന്നത്. നിങ്ങളൊരു തവണ ക്ലാസ്സുകൾ കണ്ടു, അത് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ആണ് ഈ ഒരു ലെക്ചർ നോട്ട്, ഈ ഒരു ഷോർട്ട് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേപോലത്തെ നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നോട്ട് ബുക്ക്, ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു നോട്ട് ബുക്ക് എടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ A4 ഷീറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പ്രിൻ്റുകളോ ഒക്കെ എടുക്കാം. ന്യൂസ് പ്രിൻ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം A4 ഷീറ്റ് നമുക്ക് അത് കുറച്ചുകൂടി വലുതും ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും കൊണ്ട് നടക്കാൻ. അപ്പോൾ ഇവിടെ A4 ഷീറ്റ് ഉള്ളതുകൊണ്ടാണ് മിസ് ഇത് എടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പം A4 ഷീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബുക്കിൻ്റെ പേജ് ആണെങ്കിലും നിങ്ങൾക്കിതിനെ നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ ഇല്ലേ, പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ബ്ലോക്കുകൾ കാണാം അല്ലേ? അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ഷീറ്റിനെ നിങ്ങൾക്ക് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തതിന് മുൻപായിട്ട് ആദ്യം നിങ്ങൾക്ക് ഇവിടെ എന്താണോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, ചാപ്റ്റർ നെയിം നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ചാപ്റ്റർ നെയിം, ഓക്കെ, ചാപ്റ്റർ നെയിം നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അപ്പോൾ ഇവിടെ മിസ് ടോപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതല്ല നിങ്ങൾക്ക് ഈ പേജിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനെ ബ്ലോക്കുകളാക്കാം. ബ്ലോക്കുകളാക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ 3 ടോപ്പിക്സ് ആയിരിക്കും മെയിനായിട്ട്, ആ ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മുടെ ബയോടെക്നോളജി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യം ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, പിന്നെ ടൂൾസ് പറയുന്നുണ്ട്, പിന്നെ പ്രോസസ്സസ് പറയുന്നുണ്ട്. ഇങ്ങനെ 3 സെക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോടെക്നോളജി പ്രിൻസിപ്പിൾ, ബയോടെക്നോളജിയുടെ ടൂൾസ്, അതിൻ്റെ പ്രോസസ്സസ്, ഇങ്ങനെ 3 സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, അത് നിങ്ങൾക്ക് എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് ചില ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ PYQ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വരാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇപ്പോൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് പോലത്തെ ആ ചാപ്റ്റർ ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ മെയിനായിട്ട് പറയുന്നത് എനർജി റിലീസിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ അതിനകത്തുള്ള ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് അവിടെ ഗ്ലൈക്കോലൈസിസ് പറയുന്നുണ്ട്, പിന്നെ എയ്റോബിക് റെസ്പിറേഷനിലെ ഗ്ലൈക്കോലൈസിസ് എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, ഗ്ലൈക്കോലൈസിസ്. പിന്നെ നമുക്ക് വരുന്നത് എയ്റോബിക് റെസ്പിറേഷൻ ആണ്. ആ ഒരു എയ്റോബിക് റെസ്പിറേഷനിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ ആ ഒരു ക്രെബ്സ് സൈക്കിൾ വരുന്നത്. ആൻഡ് ഇവിടെയാണ് പിന്നെ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ആ ഒരു കാര്യം, ലാസ്റ്റ് എനർജി സിന്തസിസ്, ഇങ്ങനെ 3 ബ്ലോക്സ് ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുമ്പം എനൈറോബിക് ആണ്. എനൈറോബിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡെഫിനിഷൻ എഴുതണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് അത് എഴുതാം. ആൻഡ് ഇവിടെ നമുക്ക് ഈസ്റ്റിൽ നടക്കുന്നത്, അതുപോലെ തന്നെ ബാക്ടീരിയയിൽ നടക്കുന്നത്. ആൻഡ് എയ്റോബിക് റെസ്പിറേഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്രെബ്സ് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ നിങ്ങൾ ഓർത്തിരിക്കുന്ന ടേംസ് വലുതാക്കി എഴുതണ്ട, ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ അത് ഏറ്റവും കുഞ്ഞായിട്ട് നിങ്ങൾക്കിതെല്ലാം, ഇപ്പോൾ മാക്സിമം ഒരു 2 പേജിലൊരു ചാപ്റ്റർ, മാക്സിമം 2 പേജ്, അതിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒരു മാക്സിമം 2 പേജിൽ നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതി തീർക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ മക്കൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്.
ഓക്കെ, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ പേജ് എടുക്കുക. പേജുകളാണെങ്കിൽ മിസ്സായി പോകാത്ത ആൾക്കാരായിരിക്കണം, ഒരു ഫയലൊക്കെ കീപ്പ് ചെയ്യണം. ബുക്കാണെങ്കിൽ പിന്നെ മിസ്സാവും എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് മിസ് അധികം പേപ്പേഴ്സ് ചെയ്യാറില്ല, മിസ് ബുക്കാണ് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളത് എഴുതി തുടങ്ങുക. ബുക്കൊക്കെ മടക്കി വെക്കുക, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. എന്നിട്ട് നിങ്ങൾ ബുക്ക് മടക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെ അത് എഴുതി തുടങ്ങുക. എഴുതുമ്പോൾ കുറച്ച് കംപ്രസ്ഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലൊരു രൂപം ഉണ്ടാവണം, അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട. ഒന്ന് നമ്മുടെ നോട്ട് നോക്കാം, അല്ലെങ്കിൽ ക്ലാസ് നോക്കാം, ഇതാണെന്ന് കാര്യം മനസ്സിലാക്കി നിങ്ങൾ എഴുതി തുടങ്ങാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്നാമതൊരു റിവിഷനായി കിട്ടും. രണ്ടാമത് ഈ നോട്ട്സ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. കാരണം മിസ്സ് കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പം നമ്മുടെ മിസ്സിൻ്റെ ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഈ ഷോർട്ട് നോട്ട്സ് ലാസ്റ്റ് മിനിറ്റ് റിവിഷനും ഭയങ്കര യൂസ്ഫുള്ളാണെന്നാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ആ ഒരു സമയത്താണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇത് വന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം ബയോളജിയിലൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മളെ എൻറ്റയർ നോട്ട്സ് നമുക്കിരുന്ന് വായിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നതായിരിക്കും ഈ ഒരു കാര്യം. ആൻഡ് ഇത് ഇപ്പം നിങ്ങളോട് ഇത്ര കോൺഫിഡൻസോട് കൂടി മിസ്സ് പറയുന്നതിന് മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ മിസ്സിൻ്റെ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു, ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഏറ്റവും കുഞ്ഞായിട്ട്. പക്ഷേ A4 ഷീറ്റിലൊന്നല്ല, എൻ്റെ കയ്യിലൊരു മഞ്ഞ കളർ പേപ്പറാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കളറിലുള്ളൊരു മഞ്ഞ കളർ പേപ്പറിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു പേജ് ലിംബിക് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെയാണ് ഞാൻ എഴുതിയത്, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്കൊക്കെ കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്കൊന്ന് ഒറ്റ ഗ്ലാൻസിൽ എല്ലാം കൂടെ നോക്കിയൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിവിഷനും ആകും, ഒന്ന് റീകളക്ട് ചെയ്യാനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും ഒന്ന് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്ലോക്സ് ആക്കി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. എന്നിട്ട് നമുക്കതിങ്ങനെ കീപ്പ് ചെയ്യാം. മിസ് ഇങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയാക്കും, ഇങ്ങനെ ബ്ലോക്സ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം വായിക്കാനൊക്കെ ആണെങ്കിൽ എല്ലാ എൻറ്റയർ ബുക്സും എടുത്തിട്ടൊന്നും നമ്മൾ ഇപ്പോൾ എക്സാം ഹാളിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാം, ഇവിടെ ഇങ്ങനെ ആയിട്ട് കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികളിതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ആലോചിക്കുക, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ട്സ് എഴുതിയാൽ കാര്യം നടക്കില്ല, അത് നമ്മുടെ 2 ടൈമും പോകും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, ഒരു ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു സിംഗിൾ കളർ പെൻ തന്നെ ഉപയോഗിച്ചിട്ട് എല്ലാം എഴുതാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുണ്ട്, ഈവൻ മിസ്സും അങ്ങനെ ചെയ്യാറുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കളറുകൾ പെൻ ഉപയോഗിക്കുക, ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കുക. പക്ഷെ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും. ഇവിടെ നമുക്ക് കളയാൻ ഒത്തിരി സമയമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കളർ, ഇപ്പോൾ മിസ് ഇവിടെ ബ്ലൂ ആണ് എടുത്തത്, അപ്പോൾ ഒരു ബ്ലൂ കളർ പെന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട് എഴുതാം. അപ്പോൾ ഒരു തവണ നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകും ഒരു മാജിക് ഫോർമുല. നമ്മുടെ റിവിഷൻ ഓർത്തിരിക്കണമെങ്കിൽ റിവിഷൻ്റെ സമയത്ത് നമ്മൾ ഒരു ദിവസം വായിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇന്ന് വേണ്ട, നാളെ വേണ്ട, മറ്റന്നാളെ 3rd ഡേ നിങ്ങളിതൊന്നുകൂടി റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഹൈലൈറ്റ് ചെയ്യുക. എന്തെങ്കിലും പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാർക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ഓർമ്മിക്കുക. അപ്പം നമുക്ക് അവിടെ 2 തവണ റിവിഷനുമായി നമുക്ക് സമയവും കളയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ, ചിലർക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. പിന്നെ ചില സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് നോട്ട്സിൽ എഴുതാൻ സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സോ ഇങ്ങനത്തെ കുഞ്ഞ് സ്ട്രിപ്പൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ് എവിടെയെങ്കിലുമൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ എഴുതിയ സാധനം അവിടെ വൃത്തിക്കുണ്ടാവും, എക്സ്ട്രാ നോട്ട് വൃത്തിക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നിങ്ങൾക്കറിയാം നമ്മുടെ നീറ്റ് ക്രാഷ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് വേണമെങ്കിൽ നീറ്റ് ക്രാഷിലും ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾ നമ്മുടെ വേദ ബാച്ചിലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഇനി ഒന്നുമല്ല നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഇത്രയും നിങ്ങൾ ആലോചിക്കുക, ഇത് നിങ്ങളുടെ എക്സാമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അത് അതിൻ്റെ 101% നിങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. റിസൾട്ട് എന്താവും എന്നുള്ളതല്ല, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.